ദൈവനാമം മഹത്വപ്പെടട്ടെ. വലിയ നോമ്പിലെ 13-ാം പ്രഭാതം സ്നേഹവന്ദനം. സ്വയം നീതിമാന്മാർ എണ്ണി മറ്റു മനുഷ്യരെ ന്യായം വിധിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു ജനസമൂഹത്തിന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇപ്രകാരം തങ്ങളെ തന്നെ നീതിമാനെന്ന് പ്രദർശിപ്പിച്ച് മറ്റു മനുഷ്യരെ ന്യായം വിധിക്കുന്ന മനുഷ്യരോടുള്ള ക്രിസ്തുവിന്റെ മറുപടിയാണ് ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലൂടെ ക്രിസ്തു പങ്കുവയ്ക്കുന്നത്. ഒരു പരീശനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ ഉപമ ക്രിസ്തുവോടെ പറഞ്ഞു വെക്കുമ്പോൾ, ആ പരീശൻ തന്റെ മേന്മകളെക്കുറിച്ച് നേട്ടങ്ങളെക്കുറിച്ച് വാതോരാതെ തന്റെ പ്രാർത്ഥനയിലൂടെ ഉണർത്തിച്ചു കാണിക്കുമ്പോൾ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്നുള്ള ചുങ്കക്കാരന്റെ പ്രാർത്ഥനയിൽ പ്രസാദിക്കുന്ന പിതാവാം ദൈവത്തിന്റെ ചിത്രം അവിടെ ക്രിസ്തു വരച്ചു കാട്ടിയത്. പ്രിയമുള്ളവരെ, ഈ ക്രൈസ്തവ ജീവിതത്തിൽ ക്രിസ്ത്യാനികൾ എന്ന നാമത്തിൽ ഞാനും നിങ്ങളും അറിയപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ എപ്രകാരം ആയിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ബോധ്യം നൽകുവാനാണ്. പ്രിയമുള്ളവരെ, തങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവസന്നിധിയോട് കടന്നു ചെല്ലുവാൻ നമുക്ക് ഇടയാകണം. മേന്മകളെക്കുറിച്ച് ദൈവത്തോട് വാതോരാതെ പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് ഞാൻ പാപിയാണ് എന്ന ബോധ്യത്തിൽ അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയോട് കടന്നു ചെന്നാൽ അവരൊക്കെയും മനുഷ്യരുടെ മുൻപാകെ ഉയർത്തപ്പെടും എന്ന് ക്രിസ്തു പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് ശിശുവിനെ പോലെ ആയിരിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് കർത്താവ് പറഞ്ഞ് വേദഭാഗം അവസാനിപ്പിക്കുന്നു. സ്വയം നീതിമാനെന്നെണ്ണി മറ്റുള്ളവരെ ന്യായം വിധിക്കുന്ന സ്വഭാവ സവിശേഷത നമ്മളിലൊന്നും ഉണ്ടാകാതിരിക്കുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ലോകത്തിന് മുമ്പിൽ നാം തന്നെ ഉന്നതരായി മാറും എന്നതാണ് ക്രിസ്തു പറഞ്ഞു വെക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ.